റഷ്യ ഇനിയൊന്ന് ഭയക്കണം. സുപ്രധാന എതിരാളികളായ യുക്രൈൻ ഒരു വമ്പൻ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. ആണവാക്രമണങ്ങൾ കാണാനുള്ള ഏൽക്കാനുമുള്ള ശേഷി റഷ്യയ്ക്കുണ്ടാകുമോ? എന്നാൽ തയ്യാറെടുക്കണം. രാജ്യത്തെ ഏറ്റവും വലിയ ആണവ വൈദ്യുതി നിലയം റഷ്യൻ നിയന്ത്രണത്തിലായതോടെ രൂപപ്പെട്ട വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പുതിയതായി 4 നിലയങ്ങൾ നിർമ്മിക്കാൻ യുക്രൈൻ ഒരുങ്ങുന്നു. പടിഞ്ഞാറൻ യുക്രൈനിലെ ഖെമെൽനിത്സ്കി ആണവ വൈദ്യുതി നിലയത്തോട് ചേർന്നായിരിക്കും 4 നിലയങ്ങളും ഉയരുകയെന്ന് ഊർജ്ജമന്ത്രി ജർമൻ ഗലുഷ്ചെങ്കോ പറഞ്ഞു. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നിലയമായ സഫോറിഷ്യ ആണവ വൈദ്യുതി നിലയം 2022 മാർച്ച് മുതൽ റഷ്യൻ നിയന്ത്രണത്തിലാണ്. ഇവിടെ പ്രവർത്തിച്ച 6 റിയാക്ടറുകളും അടഞ്ഞുകിടക്കുകയാണിപ്പോൾ. വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവയ്ക്കുന്നത് അപകടകരമാകുമെന്നതിനാൽ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് രാജ്യാന്തര സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യ പക്ഷേ ഇത് സ്വീകരിച്ചിട്ടില്ല. നിലവിൽ 2 നിലയങ്ങളുള്ള ഖെമെൽനിത്സ്കിയോട് ചേർന്ന് 4 എണ്ണം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. 1986-ൽ ചെർണോബിൽ ദുരന്തത്തിന് തൊട്ടുപിറകെ പ്രവർത്തനം ആരംഭിച്ചതാണ് ഖെമെൽനിത്സ്കി നിലയം. US മാതൃകയായ AP1000 നിലയങ്ങളാകും ഇവിടെ ഉയരുക. ഇതോടുകൂടി ഒരു ഉഗ്രൻ ആയുധം തന്നെയാണ് യുക്രൈൻ സ്വന്തമാക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നേരിടേണ്ടത് റഷ്യയാണ്. 1949 ഓഗസ്റ്റ് 29-ന് ആദ്യത്തെ ആണവ പരീക്ഷണം. ഈ പരീക്ഷണം നടത്തുന്ന 2ാമത്തെ രാജ്യം. ഇതുവരെയുള്ള കാലയളവിൽ 715 ആണവ പരീക്ഷണങ്ങൾ. ദ ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം കൈവശമുള്ളത് 5977 ആണവ ആയുധങ്ങൾ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവായുധ രാജ്യങ്ങളിലൊന്ന്. പറഞ്ഞു വരുന്നത് റഷ്യയുടെ കാര്യം തന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സോവിയറ്റ് ആണവായുധങ്ങളുടെ ഭൂരിഭാഗവും പാരമ്പര്യമായി ലഭിച്ച റഷ്യ ഇതുവരെ ആണവ പരീക്ഷണം നടത്തിയിട്ടില്ല. എന്നാൽ റഷ്യ ഒരു ആണവായുധ പരീക്ഷണത്തിലേക്കാണോ നീങ്ങുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിന് കാരണമാകട്ടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അവരുടെ നേതാക്കളും അടുത്ത കാലത്തായി നടത്തിയ പ്രസ്താവനകളും. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചനയിലാണ് റഷ്യ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പരാമർശങ്ങൾ. ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യത പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയുടെ അംഗീകാരം പിൻവലിക്കുന്നതിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്ന് റഷ്യ സൂചിപ്പിച്ചത്. റഷ്യയുടെ ഈ നീക്കം ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി ഓർഗനൈസേഷന്റെ തലവൻ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. CTBTയിൽ ഒപ്പിട്ട ഒരു രാജ്യം അതിന്റെ അംഗീകാരം പുനഃപരിശോധിക്കുന്നത് ആശങ്കാജനകവും നിർഭാഗ്യകരവുമാണെന്നാണ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി റോബർട്ട് ഫ്ലോയിഡ് പറഞ്ഞത്. പിന്നാലെ റഷ്യയുടെ നീക്കത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് അമേരിക്കയും രംഗത്തെത്തിയിരുന്നു. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി ഉപേക്ഷിച്ച് റഷ്യ ആണവ പരീക്ഷണത്തിലേക്ക് നീങ്ങിയേക്കാം എന്ന അനുമാനത്തിന് സാങ്കേതികവും രാഷ്ട്രീയവുമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ആണവ ആയുധങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ അവയുടെ നവീകരണം റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. റഷ്യയ്ക്ക് അവരുടെ നിലവിലുള്ള ആയുധ ശേഖരത്തെക്കുറിച്ച് ആശങ്കയുണ്ടെന്നാണ് ഈ രംഗത്തു നിന്നുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ തന്നെ പുതിയ ആയുധ രൂപകൽപ്പനകൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അത് പരീക്ഷിക്കേണ്ടി വരും. ഇതിന് കരാർ തടസ്സമാകും. മറ്റൊന്ന്, യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ശക്തി പ്രകടനമാണ്. യുക്രൈൻ യുദ്ധത്തിൽ വിജയിക്കാനും എതിരാളികൾക്ക് ശക്തമായ സന്ദേശം നൽകാനും അന്താരാഷ്ട്ര ആണവ ഉടമ്പടികളും മാനദണ്ഡങ്ങളും ഉപേക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ റഷ്യ ശ്രമിക്കുമോ എന്നത് ചോദ്യം തന്നെയാണ്. പക്ഷേ പാശ്ചാത്യ ഇടപെടലിനെ തടയാൻ റഷ്യ പരോക്ഷമായ ആണവ ഭീതി ഉയർത്തിയിരുന്നു. കരിങ്കടൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതുപോലെ CTBTയിൽ നിന്ന് റഷ്യ ഔപചാരികമായി പിന്മാറാമോ അതോ പകരം പങ്കാളിത്തം താൽക്കാലികമായി നിർത്തുകയാണോ എന്നത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. രാജ്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും അതുണ്ടാകുക. എന്നാൽ കരാർ അമേരിക്ക അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ റഷ്യയും അതിന്റെ ഭാഗമാകേണ്ടതില്ല എന്ന ചിന്തയുടെ പുറത്താണ് പിന്മാറ്റമെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്.